ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സൗഭാഗ്യമംഗലത്ത് ദീപാവലി ആഘോഷങ്ങളൊക്കെ പൊടി പൊടിക്കാൻ കേട്ടോ. ഇപ്പോൾ നമ്മുടെ സത്യദാസ് ആണെങ്കിൽ എല്ലാവർക്കും ഒക്കെ ഉള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും ആ ഡ്രസ്സുകളൊക്കെ വിതരണം ചെയ്യുകയാണ്. ഇതേ സമയത്ത് ഭവാനിക്ക് കൊടുക്കുമ്പോൾ ഭവാനി പുച്ഛത്തോടു കൂടി അത് നിരസിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കയറി പോകുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ സത്യന് വല്ലാത്ത വിഷമം തോന്നുകയാണ്. എല്ലാം മറന്ന് സത്യൻ എല്ലാവർക്കും ഒരു ജോഡി തുണിയുമായിട്ട് വരുമ്പോഴത്തേക്കിനും അതിനെ നിരസിച്ച ഭവാനിയുടെ മനസ്സ് കണ്ടിട്ട് സത്യന് വല്ലാത്ത വേദനയുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ നല്ലൊരു വിശേഷ ദിവസത്തിൽ തൻ്റെ ഭാര്യയും കുഞ്ഞും തൻ്റെ ഒപ്പമില്ലാത്ത ആ ഒരു ദുഃഖം കൂടി സത്യനെ വല്ലാതെ അലട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സൗഭാഗ്യ മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ നീ പോകരുത്, ഭവാനി പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട, ഇന്ന് നീ ഇവിടെ നിൽക്കുമെന്ന് പറയുമ്പോൾ, ഇല്ലമ്മേ എൻ്റെ മനസ്സ് വല്ലാതെ വിങ്ങലാണ്. ഭവാനി പറഞ്ഞത് മാത്രമല്ല, ഓരോരോ വിശേഷ ദിവസങ്ങൾ വരുമ്പോഴും എൻ്റെ സുമിത്രയും എൻ്റെ അഭിരാമോളും എൻ്റെ അടുക്കലില്ലാത്തതിൻ്റെ വിഷമം എന്നെ വല്ലാതെ അലട്ടുകയാണ്. അവരുടെ ഓർമ്മകളിൽ മുങ്ങി നിൽക്കുന്ന എനിക്ക് ഇതൊന്നും ആഘോഷിക്കാനോ സന്തോഷിക്കാനോ ഒന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഈ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, മോനെ ഞാനിനി എത്ര കാലമാണെന്ന് പറഞ്ഞിട്ടാ ഞാൻ മരിച്ചതിന് ശേഷം എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ ഒപ്പം ഇരുന്ന് ഒരു പിടി ചോറുണ്ടണമെന്ന് എത്ര ആഗ്രഹിച്ചാലും അത് നടക്കുന്ന കാര്യമാണോ? എൻ്റെ ആഗ്രഹമല്ലേ മോനെ? ഞങ്ങളെല്ലാവരും ഇവിടെ സന്തോഷിക്കുമ്പോൾ നീ അവിടെ ഒറ്റപ്പെട്ട് അതെന്നെക്കൊണ്ട് സഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ്. എൻ്റെ പൊന്നു മോനെ, നീ ഇന്ന് ഇവിടെ നിൽക്ക്, നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടു കൂടി പിരിയാം എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ സൗഭാഗ്യ മുത്തശ്ശിയുടെ വാക്കുകൾക്ക് എതിർ മറുപടി പറയാൻ പറ്റാത്തത് കൊണ്ട് തന്നെ സത്യൻ അന്നേ ദിവസം അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വാങ്ങിച്ചു കൊണ്ടുവന്ന വസ്ത്രമൊക്കെ എല്ലാവരും ധരിക്കുകയാണ്. രാത്രിയാകുമ്പോഴേക്കും എല്ലാവരും പടക്കമൊക്കെ കത്തിച്ച് ആഘോഷിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ അജയ് ആണെങ്കിൽ ഒരു നിമിഷം അങ്ങ് ഇല്ലാണ്ടായി പോവുകയാണ്. ഒരു നിമിഷം പെട്ടെന്ന് പടക്കമൊക്കെ കത്തിച്ചിങ്ങനെ ആഘോഷിക്കുന്ന സമയത്തായിരിക്കും അജയുടെ മനസ്സ് ആ പഴയകാല ഓർമ്മകളിലേക്ക് പോവുകയാണ്. നയനയുടെ ഓർമ്മകളിലേക്ക് പോവുകയാണ് കേട്ടോ. നയനയും ഒത്തുള്ള ആ ഒരു ദീപാവലി ആഘോഷം, ആ ഒപ്പമുള്ള ഓർമ്മകളിൽ ഇങ്ങനെ അജയ് വല്ലാതെ മിസ് ചെയ്യാൻ കേട്ടോ. നയനനെ കുറിച്ചുള്ള ഓർമ്മകൾ അജയനെ വല്ലാതെ അലട്ടുകയാണ് കേട്ടോ. അങ്ങനെ അജയ്ക്ക് ആ ഒരു ആഘോഷത്തിൽ പോലും പങ്കെടുക്കാൻ കഴിയാതെ വരികയാണ്. അജയുടെ മനസ്സിന് വല്ലാതെ വേദന തോന്നുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ അഞ്ജന പറയുന്നുണ്ട്, എന്താ അമ്മ ഇത്, എത്രയൊക്കെ അടുക്കാൻ ശ്രമിച്ചാലും ഇവൻ നമ്മളുമായിട്ട് അങ്ങ് അടുക്കുന്നില്ലല്ലോ, എന്താ ചെയ്യുക, എന്താ പറയുക, ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ഭവാനി പറയുന്നുണ്ട്, മോള് നിൽക്കുക, ഞാനൊരു ഡോസ് കൊടുത്തു നോക്കാം എന്ന് പറഞ്ഞിട്ട് അജയോട് പറയുന്നുണ്ട്, മോനെ അജയ് ഇത് കണ്ടോ, ഇവൾക്ക് ഈ ശബ്ദവും ഈ ഒരു പടക്കവും ഇതൊക്കെ കണ്ടിട്ട് ആകെ ഒരു വല്ലാത്തൊരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ഒന്ന് കറങ്ങിയിട്ട് വാ, മോളെയും കൂട്ടി ഒന്ന് ഒരു റൈഡിന് പോയിട്ട് വാ, അവൾക്കും ഒരു ആശ്വാസമാകും എന്ന് പറയുമ്പോൾ അജയ് ആണെങ്കിൽ നയനയെ കുറിച്ചുള്ള ആ ഒരു വിഷമത്തിൽ നിൽക്കുമായിരിക്കുമല്ലോ. അജയ് പറയുന്നുണ്ട്, സോറി വല്യമ്മേ, എനിക്കിപ്പോൾ കഴിയില്ല, ഞാൻ വല്ലാതെ ടയേർഡാണ്, പിന്നൊരിക്കലാവട്ടെ എന്ന് പറഞ്ഞിട്ട് അജയ് നൈസായിട്ട് ഒഴിവാക്കി പോവുകയാണ് കേട്ടോ. അപ്പോൾ അഞ്ജന പറഞ്ഞിട്ട്, കണ്ടോ അമ്മേ, അവൻ ഒഴിവാക്കിയത് കണ്ടോ, അവൻ്റെ ഒപ്പം എങ്ങനെ ഞാൻ ജീവിക്കാനാ, എനിക്കറിയില്ല, അവനെ എൻ്റെ ചൊൽപ്പടിക്ക് എങ്ങനെ കൊണ്ടുവരാനാണ്, എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ ഭവാനി പറയുന്നുണ്ട്, മോൾ വിഷമിക്കാതെ, എല്ലാത്തിനും ഒരു സമയം വരും, ഇതൊക്കെ അമ്മ ചെയ്യുന്നത് മോൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, അതിന് ഫലം കാണാതിരിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭവാനി ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ അഞ്ജനനെ. മറുവശത്താണെങ്കിൽ രാത്രിയിൽ നമ്മുടെ ഭൂമി ഇങ്ങനെ രാത്രിയിൽ ഒറ്റയ്ക്കല്ല, ഭൂമിയുടെ ആ ഒരു അയൽവാസി ചേച്ചി ഉണ്ടല്ലോ, പുള്ളിക്കാരിയുമായിട്ട് ഇങ്ങനെ നടന്നു വരുന്ന വഴിക്കാണെങ്കിൽ പടക്കമൊക്കെ കത്തിച്ച് കുറേ ചെറുപ്പക്കാരെ ആഘോഷിക്കുകയായിരിക്കും. ആ ഒരു സൗണ്ട് കേട്ടിട്ട് വല്ലാതെ പേടിച്ച് നിൽക്കുന്ന ഭൂമിനെ വഴിയിൽ പറഞ്ഞ നമ്മുടെ അജയ് ആണെങ്കിൽ രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ആ പൂവാലന്മാരെയൊക്കെ ഓടിച്ചിട്ട് അജയ് ആണെങ്കിൽ ഭൂമിനെ ചേർത്ത് പിടിക്കാനിട്ടോ, അങ്ങനെ വീട്ടിലേക്ക് ഭദ്രമായിട്ട് കൊണ്ടാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പോലീസിന് അംബികയല്ല തെറ്റ് ചെയ്തത് എന്ന ചെറിയൊരു ഡൗട്ടുണ്ട്, ഇതിന് പിന്നിൽ മറ്റൊരു ഗൂഢാലോചനയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭവാനിയാണെങ്കിൽ തങ്ങളുടെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം അംബികയ്ക്ക് പ്രഷർ കൊടുക്കാൻ കേട്ടോ. അതായത് അംബികയാണ് തെറ്റ് ചെയ്തതെന്ന് മാക്സിമം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഭൂമിയോട് വൈരാഗ്യമുള്ള ആ ഒരു അയൽവാസിനെയും ഭർത്താവിനെയും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോൾ
നമ്മുടെ ഫോറൻസിക് റിപ്പോർട്ടും പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും നമ്മുടെ ഭവാനി തിരിമറി നടത്തുകയാണ് കേട്ടോ. അംബികയും അതുപോലെ തന്നെ ഭൂമിയും പറയുന്നുണ്ട് അച്ഛൻ കുടിച്ചിട്ടില്ല, അന്നേ ദിവസം അച്ഛൻ കുടിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് പ്രകാരം അച്യുതൻ മദ്യപിച്ചു എന്നായിരിക്കും പറഞ്ഞത് കേട്ടോ. അപ്പോൾ അത് സത്യമല്ല, അത് കളവാണെന്ന് ഭൂമി പറയുന്നുണ്ടെങ്കിലും തെളിവ് തൻ്റെ കയ്യിലിരിക്കുന്നത് കൊണ്ട് തന്നെ അജയ് പറയുന്നുണ്ട് അത് കളവാന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ വിശ്വസിക്കും, ദേ റിപ്പോർട്ട് കണ്ടോ, ഈ റിപ്പോർട്ടിൽ എങ്ങനെ തിരിമറി വരാനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയോട് ചൂടാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു പിടിയും കിട്ടാതെ ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ ആകെ വിഷമത്തിൽ നിൽക്കാൻ കേട്ടോ ഭൂമി. തങ്ങൾക്കെതിരായിട്ടാണല്ലോ എല്ലാം സംഭവിക്കുന്നത്, ഇനി താൻ എന്ത് ചെയ്യുമെന്നറിയാതെ വല്ലാത്തൊരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കാൻ കേട്ടോ ഭൂമി. അങ്ങനെ ഇരിക്കുകയായിരിക്കും പോലീസ് സ്റ്റേഷനിലേക്ക് ആ ഒരു അയൽവാസികൾ 2 പേര് വരികയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട് സാറേ ഞങ്ങൾ ഭൂമിയുടെയൊക്കെ അച്യുതൻ്റെയും അടുത്ത് താമസിക്കുന്നവരാണ്, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടോ എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് അച്യുതൻ മദ്യപിക്കും എന്നും മദ്യപിച്ചിട്ടാണ് പറഞ്ഞത്, അതുപോലെ തന്നെ അന്ന് ആ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തും അച്യുതൻ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടതാ, അച്യുതൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് സർ. പിന്നെ അതുപോലെ തന്നെ അംബികയുമായിട്ട് എന്നും വഴക്കും അലമ്പും ഒക്കെ ആയിരിക്കും. അംബിക തന്നെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊന്ന് ചത്താൽ മതിയായിരുന്നു, ഇങ്ങരുടെ കൂടെയുള്ള ജീവിതം വളരെ പ്രയാസകരമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇവർ വലിയ നല്ല സന്തോഷമായിട്ട് ജീവിച്ച കുടുംബമൊന്നുമല്ല. അംബിക തന്നെയാണ് സർ അച്യുതനെ കൊന്നത്, സർ എന്നെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്ന് ഭവാനിനെ ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് മേഡം പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അതിനുള്ള പ്രതിഫലം നിങ്ങളുടെ കൈകളിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭവാനിയും ഫോൺ വെക്കുകയാണേ. അങ്ങനെ ഇവരുടെ പിന്നാലെ തന്നെ പോവുകയാണ് കേട്ടോ നമ്മുടെ ഭൂമി. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളോടൊക്കെ ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു, എന്തിനായി നുണകളൊക്കെ പറഞ്ഞു കൊടുത്തത് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നുണകൾ ഞാൻ പറഞ്ഞത് ഉള്ള കാര്യങ്ങൾ തന്നെയാടി. ഒരച്ഛനും അമ്മയും ഒരു മോളും വന്നിരിക്കുന്നു, ലോകത്തെങ്ങും ഇല്ലാത്തൊരച്ഛനും മോളും ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് മാറി മറിഞ്ഞില്ലേടി, ഇതാ പറഞ്ഞത് അഹങ്കരിക്കരുതെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിയോട് ദേഷ്യപ്പെട്ട് തങ്ങളുടെ ഭാഗത്ത് എല്ലാം ശരിയാണ് ന്യായമാണ് എന്നൊക്കെ വരുത്തി തീർത്തിട്ട് അവർ രണ്ടുപേരും തിരികെ മടങ്ങുക കേട്ടോ. അങ്ങനെ എല്ലാം പിടിവിട്ടു പോയ അവസ്ഥയിൽ നിൽക്കുന്ന ഭൂമിയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയാണെങ്കിൽ രാത്രിയിൽ അച്ഛൻ്റെ അലമാരയൊക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്തായിരിക്കും, അതിൽ നിന്നൊരു ഡ്രസ്സ് എടുക്കുന്ന സമയത്തായിരിക്കും അച്ഛൻ എഴുതി വെച്ച, അച്ഛൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ച ഒരു ലെറ്റർ കാണുന്നത്. ആ ലെറ്റർ ഭൂമി ഒരു വസ്ത്രം എടുക്കുമ്പോൾ താഴേക്ക് വീഴാൻ കേട്ടോ. അങ്ങനെ അതെടുത്ത് പൊട്ടിച്ച് വായിക്കുമ്പോഴായിരിക്കും ഭൂമിക്ക് മനസ്സിലാകുന്നത് തനിക്ക് വേണ്ടി തൻ്റെ അച്ഛൻ മുൻകൂറായി എഴുതി വെച്ചിരുന്ന കത്താണെന്നും മനസ്സിലാക്കാൻ കേട്ടോ. അങ്ങനെ മുന്നേ തന്നെ അച്യുതനും മനസ്സിലായിട്ടുണ്ട് അച്യുതൻ്റെ പിന്നാലെ ആരോ ഉണ്ട്, അച്യുതൻ്റെ ജീവന് ഭീഷണിയാണ്, അച്യുതന് ജീവൻ തന്നെ അപകടത്തിലാണ്, അതുകൊണ്ട് എൻ്റെ മോള് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കണം, ഇതിന് പിന്നിൽ കറുത്ത കരങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അച്യുതൻ്റെ ഒരു കുറിപ്പ് കിട്ടുകയാണ് കേട്ടോ. ഈ ഒരു തെളിവെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അംബികയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു തെളിവായതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിക്ക് ഒരുപാട് സന്തോഷമാകുകയാണ്. അതിനോടൊപ്പം അച്ഛൻ ഒരുപാട് വേദനിച്ചാണ് മരിച്ചത്, ഒരുപാട് പ്രയാസം ഒരു ടെൻഷനൊക്കെ മനസ്സിലുണ്ടായിരുന്നാണ് മരിച്ചതെന്ന് മനസ്സിലാക്കുന്നത് ഭൂമിക്കും വളരെ പ്രയാസമാവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പെട്ടെന്ന് തന്നെ അജയിനെ വിളിക്കുകയാണ്. അജയിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സർ അച്ഛൻ്റെ അമ്മ നിരപരാധിയാണെന്ന് തെളിയിക്കത്തക്ക വിധമുള്ള ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് സർ, ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ഭൂമി പറയുന്നുണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് വന്നേക്കാം സർ എന്ന് പറയണം. ഓക്കെ എന്ന് പറയണേ. അങ്ങനെ പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ മാറി നമ്മുടെ അജയ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ നിൽക്കുന്ന സമയത്തായിരിക്കും ഭൂമി വന്നിട്ട് പറയുന്നത്, സോറി അഞ്ജന വന്നിട്ട് പറയുന്നത് എപ്പോഴും ബിസി, എന്ത് കാണിച്ചാലും ബിസി, വീട്ടിലിരിക്കാനേ സമയമില്ല, പോലീസ് സ്റ്റേഷൻ വീട്, പോലീസ് സ്റ്റേഷൻ വീട്, പോലീസ് സ്റ്റേഷൻ വീട്. അതിൽ വീട്ടിൽ വന്നിരിക്കുന്ന സമയത്ത് കേസിൻ്റെ ഡിസ്കഷൻസും കാര്യങ്ങളും ഒക്കെ തന്നെ. അല്ല ഇപ്പം എന്തിനാ ഈ പാതിരാത്രിക്ക് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം? അവിടെ മറ്റു പോലീസ് ഉദ്യോഗസ്ഥരില്ലേ, അവരോട് പറഞ്ഞിട്ട് ഏൽപ്പിച്ചാൽ പോരെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അജയ് പറയാണ് ഇറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്, നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്നൊക്കെ പറയുകയാണേ.
എൻ്റെ കാര്യങ്ങളിൽ ഭരിപ്പിക്കാൻ നീ വരണ്ട, ഇതെൻ്റെ ഡ്യൂട്ടിയാണ്. എപ്പോൾ എങ്ങനെ പോകണം, എന്ത് ചെയ്യണമെന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, എൻ്റെ കാര്യം നോക്കാൻ ഞാൻ നിൻ്റെ ഭാര്യയാകാൻ പോകുന്നവളാണ്. എനിക്ക് അവകാശമില്ലേ നീ എവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ നിന്നോട് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹങ്ങളില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അജയ് പറയുന്നുണ്ട്, ഭാര്യയാകാൻ പോകുന്നതല്ലേ ഉള്ളൂ, ഭാര്യ ആയില്ലല്ലോ, ആയിക്കഴിഞ്ഞതിന് ശേഷം നീ വന്നാൽ മതി ഭാര്യ ചമഞ്ഞ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോകാൻ കേട്ടോ. ഈ സമയത്ത് എവിടെ പോകുക മോനെന്ന് നമ്മുടെ അജയ് ചോദിക്കുമ്പോൾ അജയോട് ഭവാനി ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഭൂമി വിളിച്ചിരുന്നു, എന്ത് തെളിവ്, അവളുടെ അമ്മയ്ക്ക് അനുകൂലമായിട്ട് എന്തോ ഒരു തെളിവ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വിളിച്ചതാ, അതിന് പോവുകയാണെന്ന് പറയുമ്പോൾ ഭവാനി ഞെട്ടിത്തരിച്ച് നിൽക്കാനുണ്ട്. പെട്ടെന്ന് തന്നെ അഞ്ജനയോട് പറയുന്നുണ്ട്, അവനെ വിടരുത്, അവൻ ഇവിടെ നിന്ന് പോകാൻ അനുവദിക്കരുത്, അവൻ ഇവിടെ നിന്ന് പോയാൽ അത് വലിയൊരു ആപത്ത് തന്നെയാണ് നമുക്ക് വരാനിരിക്കുന്നത്, അതുകൊണ്ട് എന്ത് വിധേനയും നീ അവനെ ഇവിടെ പിടിച്ചു നിർത്തുമെന്ന് പറയുമ്പോഴത്തേന് അവൻ പോകില്ലമ്മേ, അങ്ങനെയൊന്നും അവൻ പോകില്ല, ഞാൻ അതിനൊരു ഐഡിയ കണ്ടുവച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്റ്റെയർ കേസിൽ നിന്ന് വീഴുന്ന പോലെ ആക്ട് ചെയ്യാനിട്ടോ. അങ്ങനെ ബോധരഹിതയായി കിടക്കുന്ന അഞ്ജനനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ കോരി എടുത്തുകൊണ്ട് നമ്മുടെ വിജയ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഭവാനി പറഞ്ഞിട്ട്, മോനെ എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയി വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ എന്ത് പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് കേട്ടോ. ആ സമയത്ത് ഭവാനി കമാലിനെ വിളിച്ച് ഏർപ്പാടാക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു തെളിവ് കിട്ടിയെന്നാണ് പറഞ്ഞത്, അതെന്താണെന്ന് അന്വേഷിക്കണം, എന്നിട്ട് അത് കൈയോടെ നശിപ്പിച്ച് കളയണം ഭൂമിയെ, ഇനി അധിക കാലം ഈ ഭൂമിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് അത്ര സേഫ് അല്ല നമ്മൾക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭൂമിയെ കൊല്ലാൻ വേണ്ടിയിട്ട് കമാൽ ഭൂമിയുടെ പിന്നാലെ തന്നെയുണ്ട്. അത് ഭൂമിക്ക് മനസ്സിലാകുന്നുണ്ട്. ഭൂമി പറയുന്നുണ്ട്, എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു, ആരൊക്കെയോ എന്നെ ഫോളോ ചെയ്ത് നടക്കുന്നത് പോലെ എനിക്ക് തോന്നുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭൂമിനെ ആണെങ്കിൽ ഒരു വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് ഭവാനിയുടെ നിർദ്ദേശപ്രകാരം. പക്ഷേ അത് മനസ്സിലാക്കുകയാണ് കേട്ടോ അജയ്, അത് കണ്ടുപിടിക്കുകയാണ് അജയ്. അങ്ങനെ അജയ് ആണെങ്കിൽ അത് കണ്ടിട്ട് ഭൂമിയെ അവിടെ നിന്നും രക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ്ക്ക് മനസ്സിലാകാണ് ഇവരുടെ പിന്നിൽ ഒരു കറുത്ത കരങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന്. അതായത് ഭൂമിയുടെയും കുടുംബത്തിൻ്റെയും പിന്നിൽ എന്തോ ഒരു വലിയ ഗൂഢലക്ഷ്യങ്ങൾ മറിഞ്ഞിരിപ്പുണ്ട്. അതുപോലെ തന്നെ ആരൊക്കെയോ ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. അംബിക നിരപരാധിയാണെന്നുമുള്ള കാര്യം അജയ്ക്ക് മനസ്സിലാകുകയാണ്. പക്ഷെ മതിയായ തെളിവുകളില്ലാത്തത് കൊണ്ട് തന്നെ അജയ് ഒന്നും ഇതാക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഈ ലെറ്റർ കാണാതെ വരുമ്പോൾ നമ്മുടെ അജയിനെ കാണാതെ വരുമ്പോൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് ഭവാനി അവിടെ ഉണ്ടായിരിക്കും. ഭവാനി പറയുന്നുണ്ട്, ഈ ലെറ്റർ എൻ്റെ കയ്യിൽ തന്നേക്കാൻ പറയുമ്പോൾ വേണ്ട, ഇല്ല ഞാൻ സാറിൻ്റെ കൈ കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭവാനി തിരികെ പോകാനുണ്ടോ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിയുമ്പോഴും അജയ് എത്തിയിട്ടുണ്ടായിരിക്കില്ലല്ലോ. അജയ് അഞ്ജനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണല്ലോ.